ഈ സെക്ഷനിൽ നമുക്ക് ഇനി ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ എത്ര ടൈപ്സ് ഓഫ് റിപ്പോർട്ട്സ് ഉണ്ട്? ദർ ആർ മെനി ടൈപ്സ് ഓഫ് റിപ്പോർട്ട് റൈറ്റിംഗ് ഫോർ ഓർഗനൈസേഷൻസ് യൂസ് ഫോർ വേരിയസ് പർപ്പസസ്. We can broadly divide them as formal and informal. The formal report is the collection and interpretation of data and information. It is complex and used as official level. It can be categorized as informational report. Formal report ne namakku informational report ennu, analytical report, recommendation report, progress report, financial report, feasibility report, ക്രെഡിറ്റ് റിപ്പോർട്ട്, ഇങ്ങനെ തരംതിരിക്കാം. അപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ ആൻസർ യൂണിവേഴ്സിറ്റി എക്സാമിന് നമുക്ക് സൗകര്യത്തിൽ നമുക്ക് ഒരു 2-3 പേര് 2-3 തരത്തിലുള്ള റിപ്പോർട്ടിനെ പറ്റി ഒന്ന് നോക്കാം. ഇൻഫർമേഷണൽ റിപ്പോർട്ട്, റെക്കമെൻഡേഷൻ റിപ്പോർട്ട്, പ്രോഗ്രസ് റിപ്പോർട്ട്, ഫിനാൻഷ്യൽ റിപ്പോർട്ട്, ഫീസിബിലിറ്റി റിപ്പോർട്ട്. ഫീസിബിലിറ്റി എത്രമാത്രം ഫീസിബിളാണ് ആ റിപ്പോർട്ട്, ഫീസിബിൾ എന്നാണ് ഉപയോഗപ്രദമാണ് എന്നുള്ളതാണ്. പിന്നെ എന്താണ് റെക്കമെൻഡേഷൻ റിപ്പോർട്ട്? വാട്ട് ഈസ് എ റെക്കമെൻഡേഷൻ റിപ്പോർട്ട്? എ റെക്കമെൻഡേഷൻ റിപ്പോർട്ട് ഈസ് എ പേപ്പർ that compares 2 or more products or solutions and makes a recommendation about which one is the best option. ഈ റെക്കമെൻഡേഷൻ ആ പേരിൽ തന്നെ നിങ്ങൾക്കറിയാം, ഒരു സംഭവത്തെ റെക്കമെൻഡ് ചെയ്ത് എഴുതുന്ന റിപ്പോർട്ടാണ്. 2 പ്രോഡക്റ്റ് ആണെങ്കിൽ അതിൽ ഏറ്റവും നല്ലത് ഏതാണ്? ഇപ്പോൾ ഒരു ഫോൺ നിങ്ങളോട് ഒരു സ്ഥാപനം ഒരു ഫോണോ ഒരു വാഹനമോ വാങ്ങിക്കാൻ നിങ്ങൾ ആ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന ആളാണ്. ആ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങളൊരു ഫോൺ റെക്കമെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ക്യാമറ റെക്കമെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വാഹനം റെക്കമെൻഡ് ചെയ്യണം. അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, അതിൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്താണ് നേരത്തെ പറഞ്ഞ രീതിയിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ തയ്യാറാക്കുന്ന റിപ്പോർട്ടിനെയാണ് നമ്മൾ റെക്കമെൻഡേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത്. ദ പർപ്പസ് ഓഫ് ദിസ് കൈൻഡ് ഓഫ് റിപ്പോർട്ട് ഈസ് ടു റെക്കമെൻഡ് എ കോഴ്സ് ഓഫ് ആക്ഷൻ. All recommendation reports address a real and important problem. To justify the options you recommend, you must first understand the specific needs of the business, organization, or you are writing for. Then you describe a set number of possible ideas for solving the problem cited at the beginning of your report. A recommendation report contains a comprehensive overview of the recommended options, information about all these options, answers the needs cited at the beginning of your report, specific details about how the data could be implemented and provide justification for its implementation. After describing and evaluating your options, you will recommend the one you think is best and provide a discussion of the reason why you recommend it. എന്തുകൊണ്ടാണ് ആ പ്രോഡക്റ്റ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ സംഭവത്തെ പറ്റി എഴുതുക. അപ്പോൾ ഇതൊന്നും ഇത് നിങ്ങൾ വളരെ ടഫാണെന്ന് വിചാരിച്ച് ഇതാക്കേണ്ട. എന്താ റെക്കമെൻഡേഷൻ റിപ്പോർട്ട്, എങ്ങനെ റെക്കമെൻഡേഷൻ റിപ്പോർട്ട് ചെയ്യാം, അതിൻ്റെ ഉദാഹരണം നമ്മൾ എഴുതി നമുക്ക് നോട്ടായിട്ട് ഇവാലുവേറ്റ് ചെയ്യും. എങ്ങനെ ഇവാലുവേഷൻ റിപ്പോർട്ട് എന്താണ്? ദ ഇവാലുവേഷൻ റിപ്പോർട്ട് ഈസ് ദ കീ പ്രോഡക്റ്റ് ഓഫ് ദ ഇവാലുവേഷൻ പ്രോസസ്. ഇറ്റ് കമ്പയർസ് ദ ഇൻഡിവിജ്വൽ പ്രോഡക്ട്സ്, പ്ലാൻസ്, പ്രോഗ്രാംസ്, പ്രോപ്പർട്ടീസ്, ഓർഗനൈസേഷൻ എക്സെട്ര against requirements and make an evaluative judgment whether it met its expectations or whether it is good or useful. Next one, feasibility report. It's a paper that examines a proposed solution and evaluate whether it is possible given certain constraints. This type of report studies a situation and plan for doing something about it and then determines whether that plan is feasible. അപ്പോൾ നിങ്ങളൊരു പരിപാടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം നിങ്ങൾ വാങ്ങുന്നത് അത് എത്രത്തോളം ഫീസിബിളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുതുന്നതാണ് ഫീസിബിലിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ പ്രോഗ്രസീവ് റിപ്പോർട്ട്, അത് ഒന്ന് ഓർമ്മിക്കുകയാണ്. എന്താ പ്രോഗ്രസീവ് റിപ്പോർട്ട്? ഇറ്റ്സ് എൻ അസസ്മെൻറ്റ് ദാറ്റ് ടേക്സ് എ പ്ലേസ് ഡ്യൂറിങ് എ പ്രോജക്റ്റ് ഓർ പ്രോസസ്. എന്തെങ്കിലും ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രോഗ്രസ് എന്താണ്, അത് എത്രമാത്രം അതിൻ്റെ ഇപ്പോൾ വർക്ക് എത്ര ചെയ്തു കഴിഞ്ഞു, ബാക്കി എത്ര ചെയ്യാനുണ്ട് എന്നൊക്കെ പറയുന്ന റിപ്പോർട്ടാണ് പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. That conveys details such as what sub-goals have been accomplished, what resources have been expected, what problems have been encountered, and whether the project or process is expected to be completed on time. ഈ പ്രോജക്റ്റ് കൃത്യസമയത്ത് കംപ്ലീറ്റ് ചെയ്യുമോ, ഇങ്ങനെയൊക്കെ പറയുന്ന വിത്തിൻ ബഡ്ജറ്റ്, എത്ര രൂപയുടെ ഒരു ബഡ്ജറ്റിന് അത് ചെയ്തു തീർക്കാൻ കഴിയുമോ എന്നൊക്കെ പറയുന്ന റിപ്പോർട്ടാണ് പ്രോഗ്രസ് റിപ്പോർട്ട്.
ഇൻ ദ പ്രോഗ്രസ് റിപ്പോർട്ട് യു എക്സ്പ്ലെയിൻ എനി ഓർ ഓൾ ഓഫ് ദ ഫോളോയിങ്. പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഈ കാര്യം ഹൗ മച്ച് ഓഫ് ദ വർക്ക് ഈസ് കംപ്ലീറ്റ്. ഇപ്പം എന്തൊരു റോഡ് പണി അതിൻ്റെ ഒരു റിപ്പോർട്ട് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാൻ പറയുകയാണെങ്കിൽ ആ റോഡ് പണി എത്ര ഭാഗം കംപ്ലീറ്റ് ചെയ്തു. വാട്ട് പാർട്ട് ഓഫ് ദ വർക്ക് ഈസ് കറൻ്റ്ലി ഇൻ പ്രോഗ്രസ്. ഇപ്പോൾ ഏത് വർക്കാണ് നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്, ഏത് വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ടാറിങ് ആണെങ്കിൽ ടാറിങ്, അങ്ങനെ വാട്ട് വർക്ക് റിമൈൻസ് ടു ബി ഡൺ. ഇനി എന്ത് ജോലി ചെയ്യാൻ ബാക്കിയുണ്ട്. വാട്ട് പ്രോബ്ലംസ് ഓർ അൺഎക്സ്പെക്റ്റഡ് തിങ്സ് എനി ഹാവ് അറൈസൺ. ഇതിനിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അപ്രതീക്ഷിതമായ സംഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടോ. ഹൗ ദ പ്രോജക്റ്റ് ഈസ് ഗോയിങ് ഇൻ ജനറൽ. ഈ പ്രോജക്റ്റ് എങ്ങനെയാണ് പൊതുവായി മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നതാണ്. അപ്പോൾ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ പ്രത്യേകതയാണ് എത്രമാത്രം വർക്ക് കംപ്ലീറ്റ് ചെയ്തു, ഏത് വർക്കാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി എത്ര വർക്ക് ചെയ്യാനുണ്ട്, വാട്ട് വർക്ക് റിമൈൻസ് ടു ബി ഡൺ, വാട്ട് പ്രോബ്ലംസ് ഓർ അൺഎക്സ്പെക്റ്റഡ് തിങ്സ്, എന്തെങ്കിലും പ്രശ്നങ്ങളോ അപ്രതീക്ഷിതമായ സംഭവങ്ങളോ ഉണ്ടായിട്ടുണ്ടോ. ഇനി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻസ് ഓഫ് പ്രോഗ്രസ് റിപ്പോർട്ട്. പ്രോഗ്രസ് റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ഫങ്ഷനുകൾ എന്താണ്. റിയഷർ റെസിപ്പിയൻസ് ദാറ്റ് യു ആർ മേക്കിംഗ് പ്രോഗ്രസ്. ഇത് കിട്ടുന്ന റെസിപ്പിയൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കാണോ പ്രോഗ്രസ് അയക്കുന്നത് അവർക്ക് നമ്മൾ ഒരു ഉറപ്പ് കൊടുക്കുകയാണ്, നമ്മൾ വർക്കിൽ പുരോഗതിയുണ്ട്, ദാറ്റ് ദ പ്രോജക്റ്റ് ഈസ് ഗോയിങ് സ്മൂത്ത്ലി, വളരെ സ്മൂത്തായിട്ട് ഈ വർക്ക് പ്രോജക്റ്റ് നടന്നുകൊണ്ട് പോകുന്നു. ആൻഡ് ദാറ്റ് വിൽ ബി കംപ്ലീറ്റ് ബൈ ദ എക്സ്പെക്റ്റഡ് ഡേറ്റ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റിനുള്ളിൽ അത് തീർക്കും. പ്രൊവൈഡ് റെസിപ്പിയൻസ് വിത്ത് എ ബ്രീഫ് ലുക്ക് അറ്റ് സം ഓഫ് ദ ഫൈൻഡിങ്സ് ഓർ സം ഓഫ് ദ വർക്ക് ഓഫ് ദ പ്രോജക്റ്റ്. ഈ റെസിപ്പിയൻസിന് നമ്മളെ പ്രോജക്റ്റിനെ കുറിച്ച് ഒരു ബ്രീഫായിട്ടുള്ള ഒരു വിവരണം നൽകുന്നു. ഗിവ് റെസിപ്പിയൻസ് എ ചാൻസ് ടു ഇവാലുവേറ്റ് യുവർ വർക്ക് ഓൺ ദ പ്രോജക്റ്റ് ആൻഡ് ടു റിക്വസ്റ്റ് ചേഞ്ചസ്. അത് ഈ റെസിപ്റ്റ് സ്വീകരിക്കുന്ന ഈ റിപ്പോർട്ട് സ്വീകരിക്കുന്ന ആളെ സംഭവങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുക, എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണമെന്ന് പറയാം. ഗിവ് യു എ ചാൻസ് ടു ഡിസ്കസ് പ്രോബ്ലംസ് ഇൻ ദ പ്രോജക്റ്റ് ആൻഡ് ടു ഫോർവേഡ് റെസിപ്പിയൻസ്. ഇതിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറയാം, എന്നിട്ട് അവരെ മുൻകൂട്ടി ഒരു താക്കീത് കൊടുക്കുക, ഇന്ന പ്രശ്നങ്ങളുണ്ട്. ഫോഴ്സ് യു ടു എസ്റ്റാബ്ലിഷ് എ വർക്ക് ഷെഡ്യൂൾ സോ ദാറ്റ് യു കംപ്ലീറ്റ് ദ പ്രോജക്റ്റ് ഓൺ ടൈം. വർക്ക് ഷെഡ്യൂളിനെ പറ്റി പറഞ്ഞിട്ട് കൃത്യസമയത്ത് അത് തീർക്കണമെന്ന് നിർബന്ധം പഠിക്കുക. പ്രൊജക്റ്റ് എ സെൻസ് ഓഫ് പ്രൊഫഷണലിസം ടു യുവർ വർക്ക് ആൻഡ് യുവർ ഓർഗനൈസേഷൻ. അപ്പോൾ വളരെ പ്രൊഫഷണലായിട്ട് അത് നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ സ്ഥാപനം അത് വളരെ പ്രൊഫഷണലായി ചെയ്യാൻ വേണ്ടി പറയാം. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് പ്രോഗ്രസീവ് റിപ്പോർട്ടാണ്. ഇതിൽ നമ്മൾ അത് നോട്ടിൽ ഉൾക്കൊള്ളിക്കാം. അതാണ് ഇങ്ങനെ പറയുന്നത് ഏതൊക്കെയാണ് പ്രോഗ്രസീവ് റിപ്പോർട്ടിൻ്റെ ടൈപ്പ് ഏതെല്ലാമാണ് വരുന്നത്. മെമ്മോ, ലെറ്റർ, ഫോർമൽ റിപ്പോർട്ട്. ഇതാണ് ഈ കാര്യങ്ങൾ വരുന്നത്. മെമ്മോ ഉണ്ട്, ലെറ്റർ ഉണ്ട്, ഫോർമൽ റിപ്പോർട്ടുണ്ട്. ആ സംഭവം ടൈപ്സ് ഓഫ് പ്രോഗ്രസീവ് റിപ്പോർട്ട് തുടങ്ങി നമുക്ക് അടുത്ത സെക്ഷനിൽ പറയാം.